രക്ഷകനായിട്ട് കയറി വന്നു. പക്ഷെ ശിക്ഷിക്കാൻ അവന്റെ തീരുമാനം അല്ലേ പരമേശ്വരേട്ടാ? ഇക്കാര്യത്തിൽ നമുക്ക് വേറൊന്നും ആലോചിക്കാനില്ല പത്മിനി. നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ ആയിരിക്കും, അവരെവിടെയാണെങ്കിലും. വരുണേ, സൗഭാഗ്യങ്ങളൊക്കെ ചെറിയച്ചനെടുത്തോട്ടെ. നമുക്ക് പോവാൻ മോനെ. അരുത് മുത്തശ്ശി, അങ്ങനെ പറയരുത്. ചെറിയച്ച പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാനാ ഞങ്ങളുടെ തീരുമാനം. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഇവിടെ ഈ കണുമംഗലത്തുണ്ടാവണം. എന്നിട്ട് നീ ഇവള് മാത്രം പുറത്തു പോകാനോ? വിടില്ല ഞാൻ നിന്നെ അങ്ങനെ. അരുൺ, കൂടുതൽ സൗകര്യങ്ങളൊന്നും അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും വേണ്ട. ഒരു ചെറിയ വീടായാലും മതി. അവിടെ നീയും രാധികയും ഉണ്ടാവണമെന്ന് മാത്രം. അച്ഛാ, കണിമംഗലത്ത് രാധികയുമായിട്ട് ജീവിച്ച അച്ഛനെയാണ് ഞാൻ തെരുവിലേക്ക് കൊണ്ടുപോകേണ്ടത്. അച്ഛന്റെ കാര്യം മാത്രമല്ല, മുത്തശ്ശിയുടെ. ഇതുവരെ ജീവിച്ച വീട്ടിൽ നിന്ന് ഈ പ്രായത്തിൽ മുത്തശ്ശി ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സഹിക്കില്ല. എനിക്ക് കുഴപ്പമില്ലടാ മോനെ. ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. നിങ്ങളെ പുറത്തു കൊണ്ടുപോയി ഞാൻ എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാലും നിങ്ങളെ തെരുവിലാക്കിയതിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ചുമക്കേണ്ടി വരും. ഇത്തരം ഒരു അവസ്ഥയിൽ അതുകൂടി എന്റെ തലയിൽ ഉണ്ടാവരുത്. വരുൺ പറയുന്ന എല്ലാരും കേൾക്കണം. ഞങ്ങൾ എന്നേക്കുമായിട്ട് ഇവിടെ വിട്ട് പോകുന്നല്ല. എവിടെ പോയാലും ഞങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. ഇതിപ്പോ ചെറിയച്ഛന്റെ വാശിയല്ലേ, അത് നടക്കട്ടെ. മുത്തശ്ശി എപ്പോഴും എന്നോട് പറയാറില്ലേ, ഈ പ്രശ്നങ്ങളെല്ലാം തീരും, എല്ലാം പഴയതുപോലെ ആവുന്നു. ഞാൻ ഇറങ്ങുന്നത് ആ വിശ്വാസത്തോടെ, എല്ലാം തിരിച്ചു പിടിക്കാന്നുള്ള വിശ്വാസത്തോടെ. തോറ്റ് തലകുനിച്ചല്ല അച്ഛന്റെ മക്കൾ ഇറങ്ങുന്നത്, തല നിവർത്തി പിടിച്ചു തന്നെയാ. കാരണം ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ നടന്നൊക്കെ ചതിയാ.